നമസ്കാരം. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്ന് പറയുന്നത് 100% സത്യമാണെന്ന് തെളിയിക്കുന്ന ഡിജോ കാപ്പൻ്റെ മരണം. ഡിജോ കാപ്പനെ നമ്മളെല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബഹുമാനിക്കുക, എല്ലാ ജനങ്ങളും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം പാലയിൽ ജനിച്ചു, വലിയൊരു കുടുംബത്തിൽ ജനിച്ചു. അതോടൊപ്പം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കേരള കോൺഗ്രസിലൂടെയാണ്. ഘട്ടം ഘട്ടമായി അദ്ദേഹം KICയുടെയും യൂത്ത് ഫ്രണ്ടിലൂടെയും പിന്നീട് സംസ്ഥാന നേതാവായി വളർന്നു. കേരള കോൺഗ്രസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള സ്ഥാനങ്ങൾ വഹിച്ചു. അതിലപ്പുറത്തേക്ക് അദ്ദേഹം ഉപഭോക്തൃ സമിതിയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ബസ് ചാർജ് വർധന, അതേപോലെ അമിതമായ പലതരത്തിലുള്ള ഈട വർദ്ധിപ്പിക്കൽ, വിദ്യുത് ശക്തി റേറ്റ് വർദ്ധിപ്പിക്കൽ, അങ്ങനെ തുടങ്ങിയ അഴിമതികൾ, ഇതിനെതിരെ അധികം പോരാട്ടം നടത്തിയ ഒരാളാണ്. ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം വായിക്കുന്നതിന് മുമ്പ് എൻ്റെ അനുഭവം പറഞ്ഞിട്ട് ഞാൻ മനോരമ പത്രം നന്നായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് പറയേണ്ട ആവശ്യമില്ല. അത്രയും കൃത്യമായി മനോരമ പത്രം പറഞ്ഞിട്ടുണ്ട്. എന്നെ അനുഭവം ഞാൻ പറയാം. എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് 2005 ഫെബ്രുവരി 15-ാം 16-ാം തീയതിയാണ്. എന്നെ കൊല്ലാൻ വേണ്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് CPM മീറ്റിംഗ് കൂടി എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അതിന് തൊട്ടൊരു ദിവസം ഞാൻ പത്രസമ്മേളനം വിളിക്കുന്നു. എന്നെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഗൂഢാലോചന അന്വേഷിക്കണം, എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് PC ജോർജ് എന്നെ വിളിക്കുന്നത്. എനിക്ക് ലാവ്ലിൻ രേഖകൾ എത്തിച്ച് തരാൻ വേണ്ടി ഒരു നിർദ്ദേശമുണ്ട് PC ജോർജ് വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ചിട്ട് ഡിജോ കാപ്പൻ വരും എന്ന് പറയുന്നു. അങ്ങനെ ഡിജോ കാപ്പൻ 2 കാര്യങ്ങൾ ഏൽപ്പിക്കും, ഡോക്യുമെൻറ്റും ഏൽപ്പിക്കും, അതോടൊപ്പം വക്കീലിന് കൊടുക്കാനുള്ള കാശും തരുമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വിളിക്കുന്നത്. അന്ന് ഉച്ചയ്ക്ക് 2005 ഫെബ്രുവരി 15-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഡിജോ കാപ്പൻ എറണാകുളത്ത് വരികയാണ്. എന്നിട്ട് എന്നെ വിളിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് 3 ഫയലിലാക്കിയിട്ട്, വലിയ ഫയലിലാക്കിയിട്ട് 6 ഫയലാണ്. ഈ 6 ഫയലുകളിലാക്കിയിട്ടാണ് എനിക്ക് 3 സെറ്റുകൾ വീതം ലാവ്ലിൻ്റെ സുപ്രധാനമായ 1000-ഓളം പേജുകളുള്ള രേഖകൾ എനിക്ക് എത്തിച്ചു തരുന്നത്. ആ രേഖകൾ എന്ന് പറഞ്ഞാൽ വളരെ സുപ്രധാനമായതാണ്. എൻ്റെ ഓഫീസ് കത്തിച്ച്, മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഓഫീസ് കത്തിച്ച് ലാവ്ലിൻ്റെ എല്ലാ രേഖകളും കത്തിച്ച് നശിപ്പിച്ചിരുന്നു. ഈ ബാലാന്തനാണ് എനിക്ക് എല്ലാ രേഖകളും തന്നിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 രേഖകൾ എന്ന് പറയുന്നത്, ഒന്ന് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന സിംഗപ്പൂരിലുള്ള പിണറായി വിജയൻ്റെ ഭാര്യേൻ്റെ പേരുള്ള കമ്പനിയിലേക്ക് വന്ന 75 കോടി രൂപ, അതായത് മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ട പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വേണ്ട കനേഡിയൻ ഗവൺമെൻറ് കൊടുത്ത എസൻസി ലാവ്ലിൻ മുഖാന്തരം വന്ന പണം നേരെ എത്തിയത് എങ്ങോട്ടാണ്? സിംഗപ്പൂരിലേക്കാണ്. അതിൻ്റെ എല്ലാ രേഖകളുമാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ ബിനാമി ഇടപാടുള്ള ഗൾഫിലെ ഇടപാടുകളുടെ ഫുൾ ഡീറ്റെയിലാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. ലാവ്ലിൻ്റെ ഫുൾ ഡോക്യുമെൻ്റ് ഉണ്ട്. അതൊക്കെ കത്തിച്ചു കൊണ്ടുപോയോ, കത്തിക്കുകയോ, പെട്രോൾ ഒഴിച്ച് കത്തിയോ, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയോ ചെയ്താര് മുഹമ്മദ് റിയാസ്. അതാണ് നമുക്കറിയാലോ ചരിത്രം എല്ലാവർക്കും. അങ്ങനെയുള്ള സമയത്താണ് എൻ്റെ ഓഫീസ് ആക്രമിച്ചതിൻ്റെ പിറ്റേ ദിവസം VS വിളിക്കുന്നത്. നന്ദകുമാർ, ഞാൻ VS, ലാവ്ലിൻ കേസിൽ CBI അന്വേഷണത്തിന് കൊടുക്കാൻ നന്ദകുമാർ റെഡിയാണോ? ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം റെഡിയാണെന്നുള്ള കാര്യം അറിയാലോ. കാരണം സത്യസന്ധമായ അഴിമതി രേഖകളാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. ഈ ബാലാന്തരതെന്ന് പിന്നെ അതൊക്കെ ഉണ്ടാവാൻ ആകെപ്പാടുള്ള ആളാരാണ്? VS അച്യുതാനന്ദനാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഖാവേ, എൻ്റെ കൈവശം രേഖകളൊന്നുമില്ല, രേഖകളെല്ലാം കത്തിപ്പോയാലോ, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് തട്ടിക്കൊണ്ടുപോയി, അതൊന്നും പ്രശ്നമാക്കണ്ട, അവിടെ രേഖകളെത്തും, ബാക്കിയെല്ലാം എത്തും, നന്ദകുമാറായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാൾ വഴി അവിടെ എത്തും, ഇത് പറയുക. അങ്ങനെയാണ് PC ജോർജ് വഴി എനിക്ക് ആ രേഖകൾ ഡിജോ കാപ്പനാണ് എത്തിക്കുന്നത്. ഡിജോ കാപ്പൻ എത്തിക്കുക മാത്രമല്ല, അതിനുശേഷം ഞാൻ അഡ്വക്കേറ്റ് രാംകുമാറിന് ഈ രേഖകൾ എത്തിച്ചു കൊടുക്കുകയും അതിന് ആവശ്യമായ കാര്യങ്ങൾ എല്ലാം ചെയ്തു എന്ന് ഉറപ്പുവരുത്തുകയും, വീണ്ടും അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അറിയിക്കണം, സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അറിയിക്കണം. എൻ്റെ സംബന്ധിച്ചുള്ള ഈ ഓഫീസ് കത്തിച്ചതിനെയും മറ്റുള്ള ഞാൻ ആകെ വല്ലാത്ത അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നീട്
എനിക്ക് 50,000 രൂപ കൂടെ വെച്ചാൽ 1,00,000 രൂപ എനിക്ക് മൊത്തം എത്തിച്ചു. ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല, അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ഞാനത് സ്വീകരിക്കുക ചെയ്തത്. എനിക്ക് കേസിൻ്റെ ആവശ്യത്തിന് പണം ആവശ്യമുണ്ട്, അല്ലാതെയും ആവശ്യമുണ്ട്. ഈ ഓഫീസൊക്കെ കത്തിച്ച് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം, എനിക്കൊന്ന് 3-4 കോടി രൂപയുടെ നഷ്ടമാണ് എനിക്ക് മൊത്തം ഉണ്ടായത്. കേരളത്തിൽ മുഴുവൻ ക്രൈമിൻ്റെ കോപ്പി പിടിച്ച് 15 ലക്ഷം കോപ്പികൾ ക്രൈം ഉണ്ടായിരുന്നു. അതിന് 50 രൂപ വെച്ചിട്ട് ഇപ്പം എന്ത് വിലയുണ്ട്? അങ്ങനെ 4 ലക്ഷം കംപ്ലീറ്റ് പിടിച്ചെടുക്കുകയാണ് CPM. മാത്രമല്ല നമ്മൾ മൊത്തത്തിൽ അതിനെല്ലാം പ്രതിസന്ധികളെ നേരിടുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഡിജോ കപ്പൻ വന്ന് നല്ല മഹാനായ ഒരു മനുഷ്യൻ എന്നെ വന്ന്, അദ്ദേഹം ഇതിനൊക്കെ താല്പര്യമായിരുന്നു. ഈ ഇത്തരത്തിലുള്ള അഴിമതികൾക്കെതിരെ ഒരു പോരാട്ടം നടത്തുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സും എൻ്റെ അടുത്ത് ആ ലാവലിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അതിൽ ഇന്ന രേഖകൾ തട്ടിപ്പ് നടത്തിയിട്ട് ബ്രഹ്മപുരം പദ്ധതിയെക്കുറിച്ചൊരു ഞാൻ തട്ടിപ്പിനെ കുറിച്ചൊരു പറഞ്ഞു. അദ്ദേഹം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എനിക്ക് തരികയായിരുന്നു. അങ്ങനെ ഏതെങ്കിലും കേസിൻ്റെ അഴിമതി രേഖകൾ എൻ്റെ കൈവശമില്ല, അല്ല ഇന്ന സംഭവം വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്തിച്ചു തരും. ഞാൻ പിന്നീട് അദ്ദേഹത്തെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുള്ള PT തോമസ് മരിച്ച ശേഷം PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ് തൃക്കാക്കരയിൽ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഒരു നിഴലായി ഉമാ തോമസിനോടൊപ്പം തന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാളാണ്. കാരണം PT തോമസിൻ്റെ ഒരു ആത്മാവ് പോലെയുള്ള ഒരാളായിരുന്നു ഡിജോ കപ്പൻ. കൂടെ നടന്ന ആ തൃക്കാക്കര ഇലക്ഷൻ ജയിപ്പിച്ച് അതിന് ശേഷം മാത്രമാണ് ഡിജോ കപ്പൻ അവിടെ നിന്നും മടങ്ങുന്നത്. അത്രയും ആത്മാർത്ഥതയുള്ള മനുഷ്യന്മാരെ ഈ ലോകത്ത് കാണാൻ പ്രയാസമാണ്. അദ്ദേഹം കണ്ടറിഞ്ഞ് കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് പല കാര്യങ്ങളും പലർക്കും വേണ്ടി ചെയ്തിട്ടുള്ളത്. കോടീശ്വരനായ ഒരു കുടുംബത്തിൽ ഉള്ള ആളാണ് ഇത് ഡിജോ കപ്പൻ. ആ ഡിജോ കപ്പന് ഇന്ന് മനോരമ പത്രം എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ് മാത്രമാണ് ഞാൻ വായിക്കുന്നത്. ഡിജോ കപ്പൻ അന്തരിച്ചു. ഉപഭോക്താക്കളുടെയും കർഷകരുടെയും അവകാശങ്ങൾക്കായി നടത്തിയ പോരാട്ടങ്ങളുടെ ശ്രദ്ധേയൻ സാമൂഹിക പ്രവർത്തകനും ഉപഭോക്തൃ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധനുമായ ഡിജോ കപ്പൻ അന്തരിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 16 തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൻ്റെ മുകൾ നിലയിലെ പാർക്കിംഗ് സ്ഥലത്തു നിന്ന് കാറിൽ പുറത്തിറങ്ങുന്നതിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് 2 മണിക്ക് പാലാക്കാട് പള്ളിക്ക് സമീപമുള്ള വസതിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാലക്കാട് ചെറുപുഷ്പം പള്ളിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും സംസ്കാരം. സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ വഴി ഉപഭോക്താക്കളുടെയും കർഷകരുടെയും അവകാശങ്ങൾക്കായി നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് ഡിജോ കപ്പൻ ശ്രദ്ധേയനായത്. വൈദ്യുതി നിരക്ക് വർധന, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ഉയർത്തുന്ന ഭീഷണികൾ, കൊച്ചി നഗരത്തിലെ മാലിന്യ നീക്കം, റോഡിലെ പരസ്യ ബോർഡും യോഗങ്ങളും, റെയിൽവേ നിരക്ക് വർധന തുടങ്ങി വിവിധ വിഷയങ്ങളിൽ കോടതി ഇടപെടലും അനുകൂല വിധികളും നേടാൻ ഡിജോയ്ക്ക് സാധിച്ചു. പാലാ ഇടമറ്റം മുകളേൽ പീടികയ്ക്ക് സമീപം കാപ്പിൽ കുടുംബത്തിൽ പരേതനായ KC ജോസഫിനെയും മേരിയുടെയും മൂത്ത മകനാണ്. കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായി KSUയിലൂടെ രാഷ്ട്രീയത്തിലെത്തി. KSC സംസ്ഥാന പ്രസിഡന്റ് 1983-85, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി 1985, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് 1989-1991, കേരള കോൺഗ്രസ് B സംസ്ഥാന സെക്രട്ടറി 1991, കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാൻ, വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. 1998 സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പൗരാവകാശ സംരക്ഷണ പ്രവർത്തനത്തിൽ വ്യാപൃതനായി. ഭാര്യ കേരള യൂണിവേഴ്സിറ്റി പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡയറക്ടർ, മുൻ രജിസ്ട്രാർ ഇൻചാർജുമായ ഡോക്ടർ മിനി കപ്പൻ. വടക്കൻ പറവൂർ സാമ്പിക്കൽ കുടുംബം. മക്കൾ അശ്വിൻ D കപ്പൻ, മെക്കാനിക്കൽ എഞ്ചിനീയർ, അയർലൻഡ്. മാരി എമരിയറ്റ് D കപ്പൻ, ഗവേഷക. എഡ്വിൻ D കപ്പൻ, UK. മരുമകൾ തിരുവനന്തപുരം മേലാട്ട് കൊച്ചിയിൽ, വർഷ, അയർലൻഡ്. മലയാള മനോരമയ്ക്ക് വേണ്ടി എഡിറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിജോ കപ്പൻ്റെ ചെറിയൊരു വിവരണം. അദ്ദേഹം ഈ പറയുന്നതൊന്നുമല്ല, ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. രാഷ്ട്രീയത്തിലുപരി സമൂഹത്തിലെ അഴിമതിക്കെതിരെ, അനീതിക്കെതിരെ പോരാടിയ നിസ്വാർത്ഥകനായ ഒരു സേവകനായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ വിരളമാണ് രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും എന്നുള്ളതാണ് സത്യം. വലിയ തീരാനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു അദ്ദേഹത്തോട്.